ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒന്നും കഴിയില്ല. ഇതിപ്പോൾ നമ്മൾ ക്ലാസ് വരിക, ക്ലാസ്സിൽ നിന്ന് പോവുക, വീട്ടിൽ പോവുക, പഠിക്കുക. കുറേ ടിപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ നല്ലോണം. നമ്മൾ അത്രയും ട്രൈ ചെയ്യും, നമുക്ക് പറ്റൂല. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് സൊസൈറ്റീനെ ഫേസ് ചെയ്യേണ്ടതാണ് ഭയങ്കര വലിയത്. എന്ന് വെച്ചാൽ കൂടെ ഉള്ളവരിപ്പോൾ തേർഡ് ഇയർ ആയവരുണ്ട്, സെക്കൻഡ് ഇയർ ആയവരുണ്ട്, എല്ലാവരും ഫീൽഡിലേക്ക് എത്തിയാണ് എല്ലാവരും. ക്ഷമിച്ച് നിൽക്കുക, ക്ഷമ വലിയ കാര്യമാണ്. എക്സാംസ് ഒന്നുകൂടെ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഓഫ്ലൈനിലേക്ക് ഷിഫ്റ്റ് ആയത്. അത് കഴിഞ്ഞ തവണ ഭയങ്കര ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയതാണ്. എക്സാമിൻ്റെ ടഫ്നെസ്സും എല്ലാതും ഒരു ഫാക്ടറാണ്. എൻ്റെ അടുത്ത് നിന്ന് വന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് ഞാൻ ആഗ്രഹിച്ച ഫീൽഡിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു സംഭവത്തിൽ വന്നതാണ്. അവർ സിസ്റ്റം ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. പിന്നെ ഗൈഡൻസ് ഒക്കെ സാറ് തരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കഴിഞ്ഞ ഹോസ്റ്റലിലായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്ന്, AC-ൻ്റെ അലർജി, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിന്. ഓഫ്ലൈൻ ചൂസ് ചെയ്തു. ഓഫ്ലൈൻ കൊണ്ട് പറയുമ്പോൾ നമുക്ക് അത്ര സ്ട്രെസ് ഉണ്ടാവില്ല. നമ്മൾ ഹോസ്റ്റലിലാവുമ്പോൾ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ സ്ട്രെസ്സും കാര്യങ്ങളും. ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മൾ ഡെയിലി എല്ലാവരെയും കാണണം, ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര നമുക്ക് ഒന്നിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഇപ്പോൾ ചിലവരുണ്ട് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇൻസ്റ്റഗ്രാം ഒഴിവാക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബിൽ കയറിയിരിക്കും. നമുക്കൊരു ഡിസിപ്ലിൻഡ് ഉണ്ടായാൽ മതി, ഈ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും. സോ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പറയാം നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ ഇവിടെ പറയുന്ന പോലെ നമ്മൾ ചെയ്താൽ ഹാർഡ് വർക്ക് ചെയ്യാനും റെഡി ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പറ്റും തോന്നുന്നുണ്ട്. ഞാൻ രാവിലെ ഒരു 3 മണിയാകുമ്പോൾ എണീക്കും, 6 മണി വരെ പഠിക്കും. 6:55 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോരണം, നല്ല ഇവിടെ എത്തുള്ളൂ, 8:30 എത്തുള്ളൂ. 8:45 വരെ നമുക്ക് സ്റ്റഡി അവറാണ്. പിന്നെ ഒരു 15 മിനിറ്റ്സ് മോർണിംഗ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അന്ന് എന്തൊക്കെ പഠിക്കണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അന്ന് പറഞ്ഞു. നമുക്ക് രാവിലെ ഒരാൾ നമ്മളടുത്ത് ഇങ്ങനെ പഠിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് തോന്നും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ പ്ലാൻ ഇടുമ്പോൾ നടക്കില്ല, പ്ലാൻ ഇങ്ങനെ ഇടാനുള്ള ടൈം പോവില്ല. ഇവർ പ്ലാൻ തരുമ്പോൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഇതാകുമ്പോൾ ഒരു വീക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾഡായിട്ട് പഠിക്കണം, അതിൻ്റെ എക്സാംസ് എഴുതുമ്പം എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ ഡയറി പ്ലാനിങ് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ 9 to 1 o'clock വരെ ക്ലാസ്സാണ്, പിന്നെ 1 hour ബ്രേക്കാണ്. പിന്നെ 2 to 4 വരെ ക്ലാസ്, 1 hour സ്റ്റഡി അവറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് പിന്നെ നമ്മളുടെ സെൽഫ് സ്റ്റഡിയാണ്. അതിൻ്റെ ഇടയിലൊക്കെ ബ്രേക്കും ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളായിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ കുറേ ടൈം കിട്ടുന്നുണ്ട് പഠിക്കാൻ. എന്തായാലും നമുക്കൊരു സ്റ്റഡി അവർ കുറച്ചധികം കിട്ടും. നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീക്കിൽ എക്സാം, ആ വീക്കിൽ തന്നെ അതിൻ്റെ എക്സാം ഉണ്ടാവും. ഇപ്പോൾ 2 മോഡ് കഴിയുകയാണെങ്കിൽ ആ 2 മോഡിൻ്റെയും കൂടി എക്സാം അടുത്ത എക്സാമായിട്ട് വരും. പിന്നെ എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് വരും. 720 ചാലഞ്ചസ് ഒക്കെ ഉണ്ട്, അത് എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ചാലഞ്ചാണ് വരുന്നത്. നമ്മളിപ്പോൾ എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് വീക്ക്, ഏതൊക്കെ പോർഷൻസ് നമുക്ക് വീക്ക് എന്നൊക്കെ മനസ്സിലാവും. ഇവിടുത്തെ നോട്ട് ആദ്യം റെഫർ ചെയ്യും, സാർമാർ തന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഒന്നാദ്യം സോൾവ് ചെയ്യും. പിന്നെ നമ്മളെ മെറ്റീരിയൽ നോക്കും. ഇപ്പോൾ റിവിഷൻ്റെ സമയത്ത് എക്സാം ആണെങ്കിൽ നമുക്ക് വീക്കിലിയും മന്ത്ലിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യും. എക്സാമിൽ വന്ന മിസ്റ്റേക്സ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ നോട്ട് ചെയ്ത മിസ്റ്റേക്സ് ഒന്നുകൂടി എടുത്ത് നോക്കും. പിന്നെ ഡിഫിക്കൽട്ട് ടോപ്പിക്ക് ഏതാണെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടഫ് എക്സാം വരുമ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം, സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് എക്സാം എഴുതാൻ പറ്റണം എന്നുള്ളത് അടുത്ത എക്സാം നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ബെനിഫിറ്റായി തോന്നുന്നത് ഈ റിവിഷൻ തന്നെയാണ്. ഈ ജേണി അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ജേണി തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ക്ലാസ് വരിക, ക്ലാസ്സിൽ നിന്ന് പോവുക, വീട്ടിൽ പോവുക, പഠിക്കുക, ഇത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ തന്നെയാണ് നടക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളും ഇൻവോൾവ് ആവുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒന്നും കഴിയില്ല, പഠിച്ചിട്ട് തീരുമില്ല, ചാപ്റ്റേഴ്സ് പിന്നെ പെൻഡിങ് ആവണ പോലെ തോന്നി. പിന്നെ മനസ്സിലായി ഇങ്ങനെ തന്നെയാണ്. കുറേ ടിപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ നല്ലോണം. ക്ഷമിച്ച് നിൽക്കുക, ക്ഷമ വലിയ കാര്യമാണ്. സാറ് നമ്മളെ ഭയങ്കരമായിട്ട് ഫുൾ ടൈം പഠിക്കണം, ഒരു ദിവസം 16 hours പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. നമ്മൾ അത്രയും ട്രൈ ചെയ്യും, നമുക്ക് പറ്റൂല. പക്ഷെ സാർ ഇവിടെ നമുക്ക് മാക്സിമം റിലാക്സേഷൻ എടുക്കാൻ പറയും. ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ബ്രേക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പഠിക്കാൻ പറയും. അപ്പം അതന്നെ നമുക്ക് കുറേ സ്ട്രെസ് ഒഴിവാക്കും. പിന്നെ ആണെങ്കിൽ ഇവിടെ നിന്ന് മെൻറ്റർഷിപ്പൊക്കെ കിട്ടും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് തരും, റിയാലിറ്റി പറഞ്ഞു തരും, ഇങ്ങനെ തന്നെ ആണ്, ഇതാവണം ആവണ്ട. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. മെൻറ്ററിനോട് നമുക്ക് നമ്മളുടെ പ്രോബ്ലംസും നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസും മെൻ്റലി ഉള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് മെൻറ്ററിനോട് ഷെയർ ചെയ്യാം. പിന്നെ
നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ടാണ് മെൻറ്റർ ഉള്ളത്. ഒരു നവംബർ ആ ഒരു ടൈമായപ്പോൾ എനിക്ക് ബയോളജിയിൽ നല്ലോണം മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഠിച്ചു പോയാലും എക്സാമിന് മര്യാദയ്ക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെൻറ്ററിനോട് സംസാരിച്ചപ്പോൾ മെൻറ്റർ അതായത് അങ്ങനെ വരും, നമുക്ക് അങ്ങനെയൊക്കെ എന്തായാലും ഉണ്ടാവും, നമ്മൾ മാക്സിമം പിന്നെയും NCERT വായിക്കുകയാണ് ചെയ്യേണ്ടത്. വായിച്ചിട്ടും കിട്ടണില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്, നമുക്ക് വീണ്ടും NCERT വായിക്കാം. ആ ഒരു ടൈമിൽ ഞാൻ NCERT തന്നെ കുറേ ടൈം അതായത് NCERT വീണ്ടും വായിച്ചിരുന്നു. മാർക്ക് കുറച്ച് കൂടി. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് സൊസൈറ്റീനെ ഫേസ് ചെയ്യേണ്ടതാണ് ഭയങ്കര വലിയത്. എന്ന് വെച്ചാൽ കൂടെ ഉള്ളവരിപ്പോൾ തേർഡ് ഇയർ ആയവരുണ്ട്, സെക്കൻഡ് ഇയർ ആയവരുണ്ട്, എല്ലാവരും ഫീൽഡിലേക്ക് എത്തിയെന്നല്ലാരും. നമ്മൾ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി. ഇപ്പം ഓൾറെഡി നമുക്ക് അറിയാം ഇത് ടഫായിട്ടുള്ളൊരു എക്സാമാണ്, അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന എക്സാം അല്ല. പിന്നെ അറിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ പകുതി ഒന്നും വെച്ചിട്ട് എന്നെ കൊണ്ട് കഴിയൂല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇറങ്ങരുത്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം. എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടോ ആ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആ എഫേർട്ട് എടുത്തിട്ട് ഇത് അവസാനിപ്പിച്ച് നമ്മൾ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും.